ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ഇപ്പോഴാണെങ്കിൽ ഒരു ജോലിയായി, വീട്ടിലാണെങ്കിൽ അച്ഛൻ തനിച്ചു. നിനക്കിനി ഒരു കൂട്ടിൻ്റെയൊക്കെ സമയമായി വിനീതേ. അത് പറഞ്ഞപ്പോൾ വിനീതിന്റെ മുഖമൊന്ന് മങ്ങി. ജിബിന് നേരത്തെ തന്നെ ആവണിയുടെ കാര്യമൊക്കെ അറിയാം, അവളുടെ കല്യാണം കഴിഞ്ഞതും അറിയാം. ഇപ്പോൾ നോക്കുന്നില്ല ഏട്ടായി, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അത് പറഞ്ഞപ്പോൾ വിനീതിന്റെ കണ്ണം നനഞ്ഞ പോലെ. പോട്ടടാ, പ്രണയിച്ചവരെല്ലാവരും കല്യാണം കഴിക്കണമെന്നൊന്നുമില്ലല്ലോ. നിനക്കായിട്ട് എവിടെയെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടാവും. അതിന് മറുപടിയായി വിനീത് വെറുതെ ഒന്ന് മോളിയതേയുള്ളൂ. ജീവിതത്തിലൊരു പെൺകുട്ടിയെ മാത്രമേ മോഹിച്ചിട്ടുള്ളൂ. ആളുമത്തുള്ള ഒരു ജീവിതമാണ് സ്വപ്നം കണ്ടത്. ഇനി തന്റെ ജീവിതത്തിൽ ഒരു പെണ്ണൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൂടെ ചേട്ടായി, ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. പൊതുവെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിലും ഒന്ന് രണ്ട് മിസ്സിംഗ് കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ചേട്ടായിയാണ് ആ കേസ് നേരത്തെ അന്വേഷിച്ചിരുന്നത് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എൻ്റെ ഡ്യൂട്ടി അതാണ്. ചേട്ടായിക്ക് അതിനെപ്പറ്റി റെക്കോർഡല്ലാത്ത കൂടുതൽ അറിയോ? വിനീത് ചോദിച്ചപ്പോൾ ജിബിനൊന്ന് ആലോചിച്ചിരുന്നു. റെക്കോർഡല്ലാത്തിൽ കൂടുതലൊന്നും അറിയില്ല, എന്നാലും കുറച്ച് സംശയങ്ങളുണ്ട്. പക്ഷെ തെളിവൊന്നും ഇല്ലാത്തതിനാൽ അതിന്റെ പുറകെ കൂടുതലൊന്നും പോകാനും പറ്റിയില്ല. പിന്നെ അവരൊക്കെ നല്ല ഹാൻഡ് ഉള്ളവരാ. കൃത്യമായിട്ട് തെളിവുകളില്ലാതെ അങ്ങോട്ട് കയറി ചെന്നാ നമുക്ക് തന്നെ പണി കിട്ടും. ജിബിൻ പറയുന്നത് ശ്രദ്ധിച്ച് വിനീതിരുന്നു. പിന്നീട് വിനീതിനോട് ജിബിൻ ഏഴിലം എന്ന പ്രശസ്തമായ തറവാടിനെ കുറിച്ചും അവിടുത്തെ വൈദ്യയുടെ അസാധാരണമായ പെരുമാറ്റത്തെ പറ്റിയൊക്കെ പറഞ്ഞു. ഇതിലിപ്പോ എന്താണ് ചേട്ടായി, ആ സ്ത്രീ അവിടെ വെച്ച് കാണാതായി എന്ന് ശരിയാണ്. പക്ഷെ നമുക്ക് വൈദ്യയെ സംശയിക്കാനും പറ്റില്ലല്ലോ. അവിടെ CCTV ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ? അത് മാത്രമല്ല വിനീത്, വേറെ സംഭവം കൂടെയുണ്ട്. മുമ്പൊരു സ്ത്രീ മിസ്സിംഗ് ആയത് ആ തറവാട്ടിൽ തന്നെ ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീയാണ്. അവരെ കാണാതാവുമ്പോൾ അവർ കത്തും കൂടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തിൽ എഴുതിയിരുന്ന് അവിടെ ജോലിക്ക് വന്നൊരു തമിഴിന്റെ കൂടെ പോകുന്നു എന്നാണ്. നാളുകൾ കുറെ കഴിഞ്ഞാണ് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു കംപ്ലൈന്റ് കിട്ടിയത്. ആ സ്ത്രീയുടെ ആങ്ങൾ തന്നെയായിരുന്നു കംപ്ലൈന്റ് അന്ന്. ആ പോക്കിലെന്തോ അയാൾക്ക് സംശയമുണ്ടത്രേ. ഞങ്ങൾ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞ് ആ സ്ത്രീ പോയ 3-ന്റെ അന്ന് ആ തമിഴിനെ പാലക്കാടിലെ ലോഡ്ജിൽ വെച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്ന. റെയിൽവേ സ്റ്റേഷനിലും ടൗണിലും ഒക്കെയുള്ള CCTVകളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തു. അങ്ങനെ ഒരു സ്ത്രീ അയാളുടെ കൂടെ ആ ഗ്രാമം വിട്ട് തന്നെ പോയിട്ടില്ല. പിന്നെ അവരെങ്ങോട്ട് പോയി? ജിബിൻ പറയുന്ന കേട്ടപ്പോൾ അതിലെന്തൊക്കെയോ കാര്യമുണ്ടെന്ന് വിനീതിന് തോന്നി. അപ്പൊ ചേട്ടായി പറഞ്ഞു വരുന്നത് ആ തറവാട്ടിലുള്ളവരാണോ ഇതിനൊക്കെ പിന്നിലെന്നാണോ? അങ്ങനെയാണെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? അവയവക്കടത്ത് അങ്ങനെ എന്തെങ്കിലും? ഒന്നും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വിനീത്. എന്തോ ആവാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ, തെളിവുകളൊന്നുമില്ല. പിന്നെ തറവാട്ടിലുള്ളവരെന്ന് പറയാൻ പറ്റില്ല. അവിടെയുള്ള ജോലിക്കാരി സ്ത്രീയെ പറ്റിയുള്ള അന്വേഷണത്തിൽ ചെന്നപ്പോൾ തന്നെ അവർ നന്നായിട്ടാണ് സഹകരിച്ച്. പിന്നെ മറ്റേ സെയിൽസിനെ എന്ന സ്ത്രീ അവിടെ എത്തുമ്പോൾ തറവാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ വൈദ്യയുടെ വീട്ടിൽ അവൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ അവിടെ വരെ എത്തിയിട്ടുള്ളൂ. അവളോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ എന്തോ ഉരുണ്ടളിക്കുന്ന പോലെ. അവിടെ അച്ഛനാണെങ്കിൽ ഒന്നിനും മുഖം തന്നില്ല. ആകെ മൊത്തം ഒരു പരിഭ്രമം. വൈദ്യ ആ തറവാട്ടിലാണ് താമസിക്കുന്നത്. അവരടുത്ത റിലേറ്റീവ്സ് ആണ്. ആ തറവാടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വൈദേഹി അവിടെ അച്ഛനും താമസിക്കുന്നത്. കാഴ്ചയിൽ തന്നെ എന്തോ ദുരിതമുള്ള പോലെയാണ് ആ വൈദേഹി എന്ന സ്ത്രീ. വിനീതൊന്ന് ശ്രമിച്ചു നോക്ക്. എനിക്ക് പിന്നെ അതിന്റെ പുറകെ പോകാൻ പറ്റിയില്ല. എന്തെങ്കിലും ഒരു തുമ്പിട്ടായിരിക്കില്ല. തന്റെ ആദ്യത്തെ കേസല്ലേ, നന്നായിട്ട് ട്രൈ ചെയ്യുക. എന്ത് സഹായത്തിനും ഞാനുണ്ടാവും. ജീവൻ പറഞ്ഞിട്ട് വിനീത് ആലോചനയോടെ തലകുലുക്കി. ആവശ്യത്തിന് ഫണ്ടൊക്കെ കിട്ടിയപ്പോൾ ജീവൻ തന്റെ ഫൈനാൻസിന്റെ ഉദ്ഘാടനമൊക്കെ നിശ്ചയിച്ച് നോട്ടീസൊക്കെ അച്ചടിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആവണി അതിൽ നിന്നൊന്ന് എടുത്തു നോക്കി. ഉദ്ഘാടനം ചെയ്യുന്ന ആളുടെ പേര് വായിച്ചപ്പോൾ ആളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ആൾ അതുകൊണ്ട് ജിനിയുടെ അടുത്തേക്ക് ചെന്നു. കോളേജിലേക്ക് പോകാനായി ഒരുങ്ങിയായിരുന്നു ജിനി. എന്താ എടുത്തി ജിനി, നീ ഈ നോട്ടീസ് നോക്കിയേ? ആവണിയുടെ കയ്യിൽ നിന്ന് ജിനി അത് വാങ്ങി നോക്കി. പിന്നെ അത് തിരിച്ചു മറിച്ച് ഒന്നുകൂടെ നോക്കി. ഇതിനെന്താ പ്രശ്നം? നീ അത് വായിച്ചു നോക്കിയോ? അത് ഉദ്ഘാടനം ചെയ്യുന്ന ആളുടെ പേര് നോക്കിയേ. ഇത് ആ പെണ്ണല്ലേ, വൈദേഹി, മേഘയുടെ ഹസ്ബൻഡിന്റെ കസിൻ. ആ ശരിയാണല്ലോ, വൈദേഹി ഭൈരവൻ ഏഴിലത്ത്. ജിനി അപ്പോഴായിരുന്നത് ശ്രദ്ധിച്ച്. ഇതെന്തിനാ ഇവര് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്? അമ്പരപ്പോടെ ജിനി ആവണിയോട് ചോദിച്ചു. അതാ ഞാൻ നിന്നോട് ചോദിക്കാൻ വന്നേ, ഇവർ തമ്മിൽ നേരത്തെ അറിയുമെന്ന്. കഴിഞ്ഞ ദിവസം മേഘയുടെ വിരുന്നിന്റെ അന്ന് ഞാനിവിടെ ജീവേട്ടൻ ഭക്ഷണമായിട്ട് വന്നപ്പോൾ അവരിവിടെ ഉണ്ടായിരുന്നു. രണ്ടാളും കുറെ പരിചയമുള്ള പോലെയാണ് സംസാരിച്ചിരുന്നത്. അവര് തമ്മിൽ എന്തറിവ്? ഒരറിവില്ല. ഇപ്പോഴായിരിക്കും ചിലപ്പോൾ പരിചയപ്പെടുന്ന പോലും. എന്നാൽ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ മാത്രമേ ഇവർ തമ്മിൽ എങ്ങനെയാ അടുപ്പം? ജിനി അന്ന് വിട്ടിരുന്നപ്പോൾ ആവണിയുടെ കയ്യിലുള്ള നോട്ടീസ് പിടിച്ചു വാങ്ങി നേരെ ജീവന്റെ അടുത്തേക്ക് നടന്നു. ആൾക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. ഫോൺ വിളിച്ചുള്ള കുറുകിൽ എപ്പോഴുള്ള ചാറ്റിങ്. വൈദു എന്നൊക്കെ കൊഞ്ചിച്ച് വിളിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഇത് അവൾ തന്നെ ആയിരിക്കുമെന്ന്. ജീവേട്ടാ, കണ്ണാടിയിൽ നോക്കി മൂളിപ്പാട്ടും പാടിക്കൊണ്ട് നിന്ന ജീവന്റെ പുറകിൽ ആവണി ചെന്ന് നിന്നു. കണ്ണാടിയിൽ ആവണിയുടെ പ്രതിബിംബം കണ്ടപ്പോൾ തന്നെ ജീവൻ ഇരച്ചേറി തുടങ്ങിയിരുന്നു. എന്താടി? ജീവന്റെ പുതിയ ഫൈനാൻസ് എന്തിനാ വൈദേഹി ഉദ്ഘാടനം ചെയ്യുന്നത്? ഇവിടെ അച്ഛനും അമ്മയുണ്ടല്ലോ, അരി വേറെ ആരെങ്കിലും വിളിക്കാലോ. ഇതെന്തിനാ അവള്? പെട്ടെന്ന് വൈദേഹിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഉള്ളൊന്ന് പതിരെങ്കിലും ജീവൻ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് ആവണിയുടെ കയ്യിൽ നിന്ന് ആ നോട്ടീസ് പിടിച്ചു വാങ്ങി. എന്റെ ഫൈനാൻസ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. നീ ആരടി ഇതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? ഞാൻ നിങ്ങളുടെ ഭാര്യ. എന്തേ അവൻ മറന്നുപോയോ? നിങ്ങളുടെ എല്ലാ തോന്നിയ ദിവസം ഞാൻ സഹിക്കുന്നുണ്ട്. ഇനി ഇതുകൂടെ വയ്യ. കുറച്ചു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. എപ്പോഴും ഒരു ഫോൺ വിളിയും മെസ്സേജ് അയക്കലും. ഞാനിതൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതണ്ട.
ജീവന്റെ കണ്ണുകളിലേക്ക് നോക്കി തറപ്പിച്ച ആവണി പറഞ്ഞപ്പോൾ ജീവൻ ഉമിനീരിറക്കി പോയി. അതിന് നിനക്കെന്താടി? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് വിളിക്കും, മെസ്സേജ് അയക്കും. നീ ആരടി ഇതൊക്കെ ചോദിക്കാൻ? അവളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നുണ്ടല്ലേ, അത് വെറുതെ അല്ല. അവളെന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററാ, മനസ്സിലായില്ലേ പറഞ്ഞ്? അവളെന്റെ ഫൈനാൻസിൽ ലക്ഷങ്ങളോളം തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിന്റെ തന്തയുണ്ടല്ലോ, ആ നാറി, അങ്ങേര് വരെ കൈയൊഴിഞ്ഞപ്പോ അവളാണ് എന്നെ സഹായിക്കാനുണ്ടായത്. ചെറിയൊരു നന്ദിയെങ്കിലും എനിക്ക് കാണിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാ അവളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. ഇതൊന്നും നിന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യം എനിക്കില്ല. ഇനി മേലാൽ എന്നെ ചോദ്യം ചെയ്യാൻ നല്ലുണ്ടല്ലോ. ജീവൻ തന്നെ ചൂണ്ടുവിരൽ ഉയർത്തി ആവണിയൊന്ന് ഭീഷണിപ്പെടുത്തി. ആവണിക്ക് അത് പുതിയ അറിവായിരുന്നു. ശരി, അവൾ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ എന്തിനാ എപ്പോഴും അവൾ വിളിക്കുന്ന വൃത്തിയുടെ രീതിയിൽ സംസാരിക്കുന്നൊക്കെ? പൈസ ഇൻവെസ്റ്റ് ചെയ്തപ്പോ അവൾ അതും കൂടി നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നോ? നീ എന്താണ് ചോദിച്ചത്? ആവണി ചോദിച്ചതിന് ഉത്തരവില്ലായപ്പോൾ ജീവനാളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. നീ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നുകൂടി? എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കും. നീ ആരടി ഇതൊക്കെ ചോദിച്ചറിയാൻ? എന്നിട്ടും കലി തീരാതെ ജീവൻ പിന്നെയും ആവണിയെ അടിച്ചു. ആദ്യത്തെ അടിയിൽ തന്നെ തളർന്നുപോയ ആവണി ജീവന്റെ കയ്യിൽ നിന്ന് രണ്ടാമത്തെ അടി കൂടി കിട്ടിയപ്പോൾ കുഴഞ്ഞു നിലത്തേക്ക് വീണു. വീണെടുത്ത് എഴുന്നേൽക്കാതെയായപ്പോൾ ജീവൻ കാലുകൊണ്ട് അവളെ തട്ടി. എന്നിട്ടൊരു അനക്കവുമില്ല. നാശം പിടിച്ചവള് ചത്തുപോയോ ഇനി? ജീവൻ കുനിഞ്ഞിരുന്ന് അവളെ ഒന്ന് കുലുക്കി. പക്ഷെ ആവണിക്ക് ഒരു അനക്കവും ഉണ്ടായില്ല. ജീവന് ചെറിയൊരു ഭയം തോന്നി തുടങ്ങി. അമ്മേ! ആ ഭയത്തോടെ തന്നെ അവൻ അമ്മയെ ഉറക്കി വിളിച്ചു. അമ്മേ, അമ്മേ! എന്താടാ? ജീവന്റെ തുടരെയുള്ള വിളി കേട്ട ദേഷ്യം വന്നിട്ടാണ് സുമതി അങ്ങോട്ടേക്ക് വന്ന്. അല്ലെങ്കിൽ കുറച്ചു ദിവസമായിട്ട് സുമതിക്ക് ജീവൻ അത്ര വലിയ പിടുത്തമില്ല. ആവണിയുടെ സ്വർണം സ്വന്തം പോലെ കൈവശാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതാണ് അവൻ പേടിപ്പിച്ച് വാങ്ങിക്കൊണ്ടുപോയത്. ആ ദേഷ്യം അവർക്ക് ജീവനോടുണ്ടായിരുന്നു. എന്താടാ വായു കുളിക്ക് വിളിക്കുന്ന പോലെ വിളിക്കുന്നത്? നീ ചാവാൻ കിടക്കുകയാണോ? ഈ തള്ളയുടെ ഒരു നാക്ക്! അമ്മ ഇവിടെ നോക്കി, വിളിച്ചിട്ട് അനങ്ങുന്നില്ല. ജീവൻ പറഞ്ഞപ്പോൾ സുമതി നിലത്തായി കിടക്കുന്ന ആവണിയെ നോക്കി. എന്തു പറ്റിയതാടാ? നിസ്സംഗമട്ടിൽ സുമതി ചോദിച്ചു. ജീവൻ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. ഓ, പെണ്ണ് നാക്കെടുത്തപ്പോ നീ ഒന്ന് കൊടുത്തു കാണും അല്ലയോ? ജീവനൊന്ന് മൂളി. ആ, നന്നായി. അവൾക്ക് അല്ലെങ്കിൽ നാക്കിന് നീളം കുറച്ച് കൂടുതലാ. സുമതിക്ക് അവന്റെ പറച്ചിൽ ആവണിയുടെ കിടപ്പൊന്ന് രസിച്ച മട്ടിൽ പറഞ്ഞു. നിങ്ങൾ ഇവിടെ നാക്കിന് നീളാൾക്കായി ഇവൾക്കെന്ന് പറ്റിയൊന്ന് നോക്ക്. എന്ത് പറ്റാൻ? നീ നിന്റെ കാര്യം നോക്കി പോടാ ചെറുക്ക. കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് പോയിക്കോളും. അമ്മ, ഇത് അങ്ങനെയല്ല. ഞാൻ കുറച്ചേരെ വിളിക്കുന്നു, ഇവളെ എഴുന്നേൽക്കുന്നില്ല. ശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ വിളി കേൾക്കുന്നില്ല. ജീവൻ പേടിയോടെ പറഞ്ഞപ്പോൾ സുമതിക്കും ചെറിയൊരു ഭയം തോന്നി തുടങ്ങി. അത് ആവണിയോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. ഇപ്പൊ പത്രം തുറന്നാലും ടി വി തുറന്നാലൊക്കെ ഗാർഹിക പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ വാർത്ത മാത്രമേ കാണാനുള്ളൂ. കാര്യത്തിരി ഉണ്ടാവുകയുള്ളൂ. അതിന് ഈ പെൺപിള്ളേര് കയറി തൂങ്ങുകയും മറ്റും ചെയ്യും. എന്നാലും ചെറുക്കന്റെ വീട്ടുകാർക്കില്ലാത്ത കുറ്റം ഉണ്ടാവില്ല. എടി, കള്ളത്തരം കാണിക്കാൻ എഴുന്നേറ്റ് ഓടി. സുമതി അവളെ 2 തട്ട് തട്ടി. പക്ഷെ ആവണിക്ക് അനക്കൊന്നുണ്ടായിരുന്നില്ല. ചാവാനായോടാ ഇനി? ജീവൻ പേടിയോടെ തന്നെ തലന്ന് അമർത്തി ഒഴിഞ്ഞു. എന്താ ഇവിടെ എന്താ? അമ്മയുടെയും മോനെയും കുറെ നേരം സംസാരം കേട്ടപ്പോൾ ആ വഴി വന്നതായിരുന്നു രാഘവൻ. നേ നോക്കിയേ, ഇവള് വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നു. രാഘവൻ നോക്കിയപ്പോൾ കരിനീലിച്ച കവിളുമായി കിടക്കുകയാണ് ആവണി. അയാൾ ആവണി വിളിച്ചെങ്കിൽ എഴുന്നേറ്റില്ല. അയാൾ ജീവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ജീവനാണെങ്കിൽ അയാൾക്ക് മുഖം കൊടുക്കാതെ നിന്നു. നിങ്ങൾ എന്തിനെങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? അവളുടെ വർത്താനം പൊന്തിയപ്പോ അവരൊന്ന് കൊടുത്തു. അതിനിപ്പോ എന്താ? പെണ്ണുങ്ങൾ നിലക്കുന്നില്ല, ആണുങ്ങൾ ചിലപ്പോൾ അടിച്ചെന്നും പിടിച്ചെന്നൊക്കെ ഇരിക്കും. സുമതി രാഘവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. എടാ, നീ നിന്റെ തള്ളയുടെ വർത്താനം കേട്ട് നിൽക്കുവാണോ? വണ്ടി എടുക്കടാ, കൊച്ചിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോവാ. രാഘവൻ ഒച്ച ഉയർത്തി പറഞ്ഞപ്പോൾ ജീവൻ വേഗം വണ്ടിയുടെ കീ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. നീ എന്ത് നോക്കിക്കുവാടി? ആ കൊച്ചിനെ ഒന്ന് എടുക്കാൻ സഹായിക്ക്. താൻ ആവണി ഉയർത്താൻ നോക്കിയിട്ട് പറ്റാതായപ്പോൾ രാഘവൻ സുമതിയെ വിളിച്ചു. ഓ, എനിക്കൊന്നും വയ്യ, എന്നെ നടുവെങ്ങാനും വിലങ്ങും. നിങ്ങളുടെ പുന്നാര മരുമോളല്ലേ, വേണേ കൊണ്ടുപോയിക്കോ. സുമതി കൈ ഒഴിഞ്ഞപ്പോൾ അവരോട് ഇനി എന്ത് പറഞ്ഞു കാര്യമില്ലെന്ന് രാഘവന് മനസ്സിലായി. രാഘവൻ ഒരുവിധ ആവണിയെടുത്ത് ഉയർത്തി. എടി, നീയും നിന്റെ മോനും കൂടി എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഈ കൊച്ചിനെന്തെങ്കിലും പറ്റിയ ഒന്നറിയാത്ത ഞാനും എന്റെ മോളും കൂടെ പെടുള്ളൂ ഈശ്വര. കിതച്ചുകൊണ്ട് രാഘവൻ ആവണി എങ്ങനെയോ പുറത്തെത്തിച്ചു. ജീവൻ കാറിൽ തന്നെ ഇരുന്നതേ ഉള്ളൂ. അവളെ കയറ്റിയപ്പോൾ ജീവന്റെ കാർ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. കാറിൽ തന്നെ ഇരുന്ന് രാഘവൻ കാറിൽ നിന്ന് കുപ്പിവെള്ളത്തിൽ നിന്ന് കുറേശ്ശെ മുഖത്ത് കളിച്ചപ്പോൾ ആവണി ചെറുതായി കണ്ണിച്ചീമുന്നുണ്ടായിരുന്നു. എന്നാലും അവൾക്ക് തല നേരെ ഉയർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ രാഘവൻ അവളെയും താങ്ങി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. എടാ, നീ വരുന്നില്ലേ? തങ്ങൾ ഇറങ്ങി കുറച്ചു നേരം എത്തിയിട്ടും ജീവൻ കാറിൽ നിന്ന് ഇറങ്ങാതായപ്പോൾ രാഘവൻ ഉറക്കി വിളിച്ചു ചോദിച്ചു. ആ, ഞാൻ പോരാ, വണ്ടി പറക്കട്ടെ. അച്ഛൻ അവളെയും കൊണ്ട് പോയിക്കോ, ഈ പൈസയിൽ വെച്ചോ. രാഘവൻ തലയാട്ടി ആവണിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കയറി. മോളെ, ഇപ്പൊ വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ? വലിയ കുഴപ്പമില്ല അച്ഛാ, തലക്കാവൊരു പെരിപ്പ് പോലെ. മോളിവിടെ ഇരിക്ക്, ഞാൻ ചീട്ടെടുത്തിട്ട് വരാം. അവനിപ്പോ വരും. രാഘവൻ ഡോക്ടറെ ക്യാബിന് മുമ്പിലുള്ള ഒരു ബെഞ്ചിൽ അവളെ ഇരുത്തിയിട്ട് ലിസ്റ്റ് എടുക്കാനായി പോയി. ചെറിയൊരു ഹോസ്പിറ്റലാണ്, അത്യാവശ്യം സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കിടപ്പ് രോഗികൾക്ക് മാത്രമായി 3 റൂം കൂടെയുണ്ട്. തനിച്ചിരിക്കുമ്പോൾ ആവണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഇനിയും ഇയാളെങ്ങനെ സഹിക്കാൻ പറ്റില്ല. ദേഹോപദ്രവം നന്നായിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ അടിച്ചു വീഴ്ത്തുന്ന ആദ്യമായിട്ടാണ്.
ഇന്ന് തന്നെ അമ്മയോട് സംസാരിക്കണം. അച്ഛൻ തന്റെ കാര്യത്തിൽ ഒരു ഉദാസീനമട്ടാണ് കാണിക്കുന്നതെന്ന് അമ്മയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അച്ഛനാണല്ലോ തന്നെ ഈ കുരുക്കിൽ കൊണ്ടുവച്ച് കൊടുത്ത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യതയും അച്ഛനുണ്ട്. ഇനി ആ ദുഷ്ടനോടൊപ്പം വയ്യ. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് ഇരുന്നപ്പോഴേക്ക് രാഘവൻ അങ്ങോട്ടേക്ക് വന്നു. അവൻ ഇതുവരെ എത്തിയിട്ടില്ല. വാ മോളെ, നമുക്ക് ഡോക്ടറെ കാണാം. അവൻ വരുമ്പോ വരട്ടെ. ജീവനെ കാത്തു നിൽക്കാതെ രാഘവൻ ആവണിയും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് കയറി. ആവണി നന്നായി പരിശോധിച്ച ഡോക്ടർ എങ്ങനെയാണ് വീണെന്ന് ചോദിച്ചപ്പോൾ സ്റ്റെയറിന്റെ പടിയിൽ കവിളടിച്ച് വീണെന്നാണ് അവൾ പറഞ്ഞത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ബ്ലഡ് ലാബിലേക്ക് കൊടുത്ത് ആവണി പുറത്ത് കാത്തിരുന്നു. രാഘവൻ ജീവനെ നോക്കാനായി പുറത്തേക്കും പോയി. ജീവനെ ഗ്രൗണ്ടിലൊന്നും കാണാതായപ്പോൾ സെക്യൂരിറ്റിയോട് ചെന്ന് രാഘവൻ ചോദിച്ചപ്പോൾ ആ കാർ അപ്പോൾ തന്നെ തിരിച്ച് പുറത്തേക്ക് പോയെന്ന് സെക്യൂരിറ്റി പറഞ്ഞു. ജീവൻ തങ്ങൾ ഇട്ടിട്ട് പോയെന്ന് മനസ്സിലാക്കിയ രാഘവൻ അവന് നല്ല 4 തെറിയും വിളിച്ച് ഉള്ളിലേക്ക് തന്നെ കയറി. അപ്പോഴേക്കും ടെസ്റ്റ് റിസൾട്ട് വന്നിരുന്നു. ഡോക്ടർ അവരെ ഉള്ളിലേക്ക് വിളിപ്പിച്ചു. ഡോക്ടറുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ ആവണിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് രാഘവന് മനസ്സിലായി. അയാൾ അത്രയും നേരവും പേടിച്ചിരിക്കുകയായിരുന്നു. ജീവൻ ആവണിയെ ദേഹോപദ്രവേൽപ്പിക്കാറുണ്ടെന്ന് അയാൾക്കറിയാം. ഡോക്ടർ ഇനി പരിശോധിച്ചെങ്ങാനും മനസ്സിലാക്കി പോലീസിലെങ്ങാനും കംപ്ലൈന്റ് ചെയ്യുമെന്നായിരുന്നു അയാളുടെ പേടി. ആവണി ക്യാരിയിങ് ആണ്. അതാണ് ഈ തലയുട്ടിലൊക്കെ. നല്ല വിളർച്ചയുണ്ട്. 7 വീക്സ് ആയിട്ടുണ്ട്. നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടോളൂ. ഡോക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ ആവണി ചിരിക്കണോ കരയണോ എന്നറിയാതെ ഇരുന്നു പോയി. രാഘവനാണെങ്കിൽ ഒന്നും മനസ്സിലായതുമില്ല. അയാൾ ആവണിയെ നോക്കി. അച്ഛാ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന ഡോക്ടർ പറഞ്ഞ സ്വരത്തിൽ ആവണി പറയുന്ന കേട്ടപ്പോൾ രാഘവന്റെ മുഖം വിടന്നു. ആണോ മോളെ? രാഘവൻ വീണ്ടും ചോദിച്ചപ്പോൾ ആവണി തലയും താഴ്ത്തിയിരുന്നു. രാഘവന് വല്ലാത്ത സന്തോഷം തോന്നി. താനൊരു അപ്പൂപ്പനാവാൻ പോകുന്നു. ഡോക്ടറോട് നന്ദിയൊക്കെ പറഞ്ഞ് അയാൾ ആവണിയെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. മോളെ, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. കുഞ്ഞൊക്കെ ആകുമ്പോൾ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരും. മോള് സമാധാനമായിട്ടിരിക്കുക. ആവണി അപ്പോഴൊന്നും മിണ്ടിയില്ല. ഇനിയും ജീവൻ ഒത്തുപോകാൻ പറ്റില്ലെന്ന് തീരുമാനിച്ചാണ്. പക്ഷെ ഇനി ഓരോ ടെൻഷന്റെ ഇടയിൽ ഡേറ്റ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അവൾ തന്റെ വയറിൽ പതിയും തൊട്ടു. ഇവിടെ ഒരു ജീവനുണ്ട്. കുറച്ചു നേരത്തേക്കെങ്കിലും അവൾ മറ്റെല്ലാം മറന്നു. ഒരു അനുഭൂതി അവളെ പൊതിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രം അറിഞ്ഞ തന്റെ വയറ്റിലുള്ള ഒരു കുഞ്ഞു പ്രാണനെ ചുറ്റിപ്പറ്റിയായിരുന്നു അവളുടെ മനസ്സ്. ഇനി വരുന്നിടത്ത് വെച്ച് നോക്കാം എന്നൊന്നില്ലാത്ത ധൈര്യം അവൾക്ക് വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ നേരം ഒരു ഓട്ടോ നോക്കാൻ നിൽക്കുന്നതിനിടയിലും രാഘവൻ ആരൊക്കെ വിളിച്ച് താനൊരു അപ്പൂപ്പനാൻ പോകുന്ന സന്തോഷം പങ്കിടുന്ന് ആവണി കേട്ട് നിന്നു. അവളുടെ ചുണ്ടിലും അന്നേരം ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. പോരുന്നേരം അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഒരു ഹോട്ടൽ കയറി വാങ്ങിച്ചു കൊടുത്തിട്ടാണ് രാഘവൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കൂട്ടത്തിൽ അവൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അയാൾ വാങ്ങിക്കൊടുത്തിരുന്നു. ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ തന്നെ സുമതി മുൻവശത്തിരിക്കുന്ന ആവണി കണ്ടു. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സുമതിയെ രാഘവൻ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. നിങ്ങൾ ഇത് എവിടെയായിരുന്നു? ഇതെന്താ കയ്യിൽ കുറെ പൊതിയൊക്കെ? ഓ, വിശേഷം അറിഞ്ഞില്ല. അതിനു മുമ്പ് ഓരോന്നും മേടിച്ചു കൂട്ടി കുടുംബം മുടിപ്പിക്കാൻ തുടങ്ങി. വന്നു കയറിയപ്പോൾ തന്നെ സുമതിയുടെ ചൊറിയുന്ന വർത്താനം കേട്ടപ്പോൾ ആവണിയുടെ മനസ്സ് നിറഞ്ഞു. അവളൊന്നും ഇടാകത്തേക്ക് കയറിപ്പോയി. രാഘവനെ കണ്ടപ്പോൾ വിഷമം തോന്നി. നിനക്കിതെന്താടി? വന്നു കയറുമ്പോഴേക്കും അവള് വേണ്ടാത്ത വർത്താനം പറയാൻ നിൽക്കുന്നു. വയറ്റിലുള്ള ഒരു കൊച്ചല്ലേടി. ഇനി നീ നിന്റെ മോനും പഴയതുപോലെ അതിൽ ഉപദ്രവിക്കാൻ നിൽക്കരുത്. സുമതി പാപം കിട്ടുവേ. ഓ, ആരായി പറയുന്നത്? ഞാനും വയറ്റിട്ടുണ്ട് 2 അന്നൊന്നും ഈ പാപക്കാരനെ കണ്ടില്ലല്ലോ. സുമതി പുച്ഛത്തോടെ മുഖം കൂട്ടിയപ്പോൾ എന്തോ പിറുവിറുത്തുകൊണ്ട് രാഘവൻ അകത്തേക്ക് പോയി. ഹോസ്പിറ്റലിൽ ആവണിയും രാഘവനെയും പറ്റിച്ച് കടന്ന ജീവൻ നേരെ വൈദേഹിയുടെ അടുത്തേക്കാണ് പോയത്. ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വൈദേഹിയാണെന്ന് ഇതുവരെ അവൾ അറിയിച്ചിട്ടില്ല. കാണണമെന്ന് പറഞ്ഞപ്പോൾ ടൗണിൽ തന്നെയുള്ള ഒരു കോഫി ഷോപ്പിലാണ് അവൾ വരാൻ പറഞ്ഞത്. കയ്യിലുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കുമ്പോൾ അവൾ അത്ഭുതപ്പെടും. അതൊക്കെ ഓർത്തൊരു മൂളിപ്പാട്ടും പാടി ഡ്രൈവ് ചെയ്യുമ്പോഴാണ് സുമതിയുടെ വിളി ജീവന് വന്ന്. ആവണിയുടെ കാര്യം എന്തെങ്കിലും പറയാനായിരിക്കുമെന്ന് ജീവന് മനസ്സിലായി. അതുകൊണ്ട് ജീവൻ വേഗം ഫോൺ എടുത്തു. എടാ, നിന്റെ പെണ്ണും പിള്ളയും കൊണ്ട് നിന്റെ അച്ഛനിപ്പോ വന്നു കയറിയിട്ടുണ്ട്. അവൾക്ക് വയറ്റിട്ടുണ്ട് അത്രേ. അമ്മ പറഞ്ഞിട്ട് ജീവനും ഞെട്ടി. അത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ എവിടെയോ പോയി മറഞ്ഞു. അപ്പോഴേക്കും കോഫി ഷോപ്പ് എത്തി. വണ്ടി നിർത്തുമ്പോൾ തന്നെ കണ്ടു കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന വൈദേഹിയെ. അമ്മ വെച്ചോ, ഞാൻ കുറച്ചു മുമ്പേക്ക് എത്താം. ജീവൻ വേഗം ഫോൺ കട്ട് ചെയ്ത് വൈദേഹിക്കൊപ്പം ഉള്ളിലേക്ക് കയറി. ഒരു കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ജീവൻ തന്റെ കയ്യിലുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ അവൾക്ക് നേരെ നീട്ടി. ജീവൻ വിചാരിച്ച പോലെ തന്നെ വൈദേഹി അത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അയ്യോ, ഇതൊക്കെ എന്തിനാ ജീവൻ? വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുന്നില്ലേ നല്ലത്? വേറെ ആരും കൊണ്ട് ചെയ്യിക്കാനാ? ഇപ്പൊ വൈദേഹികൾ വലുതായിട്ട് എനിക്ക് മുമ്പിൽ ആരുമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞ്? ജീവൻ പറഞ്ഞതിന്റെ ദ്വയാർത്ഥം മനസ്സിലായെങ്കിലും ഒന്നും അറിയാത്ത പോലെ കൗശലപൂർവ്വമായൊരു പുഞ്ചിരി ചുണ്ടിലൊളിപ്പിച്ച് കണ്ണുകൾ വിടർത്തിക്കൊണ്ട് വൈദേഹി ചോദിച്ചു. അത് പിന്നെ വൈദേഹിയാണല്ലോ എന്റെ ഫൈനാൻസിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ. അപ്പൊ ഫൈനാൻസ് ഉദ്ഘാടനം ചെയ്യാൻ വൈദേഹികൾ വലുതായിട്ട് ആരുണ്ട്? ജീവൻ അങ്ങനെ എങ്ങും തൊടാത്ത മട്ടിൽ പറഞ്ഞപ്പോൾ അത് രസിച്ചെന്ന മട്ടിൽ വൈദേഹി തലകുലുക്കി ചിരിച്ചു. മുത്തുകൾ പൊഴിയുന്ന പോലെയുള്ള ആ ചിരി കണ്ടപ്പോൾ സ്വയം നിയന്ത്രിക്കാനാവാതെ ജീവൻ അവളുടെ ടേബിളിരിക്കുന്ന നീലച്ചായം പുരട്ടിയ നീണ്ട മനോഹരമായ നഖങ്ങളോടുകൂടിയ കൈവിരലുകളിൽ പതിയെ തൊട്ടു. ജീവൻ തൊടാൻ കാത്തു നിന്നെന്ന പോലെ വൈദേഹി മോഹത്തോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നിമിഷം തന്നെ ജീവന്റെ ഫോൺ ബെല്ലടിച്ചു. ടേബിളിരിക്കുന്ന ആ ഫോണിലേക്ക് രണ്ടുപേരുടെയും കണ്ണുകൾ ഒരേ നേരമാണ് എത്തിയത്.
ആവണി കോളിംഗ് എന്ന് കണ്ടപ്പോൾ രണ്ട് കൈകളും പരസ്പരം അകന്നു മാറി. നാശം പിടിക്കാൻ അസഹ്യതയോടെ പറഞ്ഞുകൊണ്ട് ജീവൻ കോള് കട്ട് ചെയ്തു. അതെന്താ കോള് കട്ട് ചെയ്ത്? എടുത്ത് കാര്യം എന്താണെന്ന് ചോദിക്കായിരുന്നില്ലേ? പരിഹാസത്തോടെ വൈദ്യയെ ചോദിച്ചപ്പോൾ ജീവൻ മുഖം ചുളിച്ചു. അതിപ്പോൾ എടുക്കാനൊന്നുമില്ല. അവൾ വിളിക്കുന്നത് എന്തിനാന്നൊക്കെ എനിക്കറിയാം. കുറച്ചു നേരത്തെ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തു. അത് പറയാനാ ഈ മരണവിളി വിളിക്കുന്നത്. അമ്മ എന്നോട് നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ അവിടെ ഫോൺ എടുക്കാൻ മനസ്സില്ല. വലിയ കാര്യം പോലെ ജീവൻ പറഞ്ഞപ്പോൾ വൈദേഹി കാറ്റുപോലെ അവിടുന്ന് ജീവനോട് യാത്ര പോലും പറയാതെ എഴുന്നേറ്റ് പോയി. കാര്യം എന്താണെന്ന് പോലും മനസ്സിലാവാതെ ജീവൻ അന്തം വിട്ടിരുന്നു. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.